ഇപ്പൊ പല ആളുകളും പറയുന്ന ഒരു കാര്യം, ഫോർ എക്സാമ്പിൾ MBBS കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ത്യയിൽ വരണ്ട, ഞങ്ങൾക്ക് ഇന്ത്യയിൽ വരേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്ക് ദുബായിൽ വരാം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഖത്തറിൽ പോയി വർക്ക് ചെയ്യാം, സൗദിയിൽ പോയി വർക്ക് ചെയ്യാം, ഇങ്ങനെ പറയുന്ന പല ആൾക്കാരുണ്ട്. അവിടെയും ഒരുപാട് മെഡിക്കൽ ലോസ് ഉണ്ട് എന്നുള്ളതും അവിടെയും കുറെ ക്വാളിഫിക്കേഷൻ എക്സാംസ് ഉണ്ട് എന്നുള്ളതും പല ആളുകളും എന്ത് ചെയ്യുന്നില്ല, പലപ്പോഴും ചിന്തിക്കുന്നില്ല. വേറൊരു കാറ്റഗറി ഉണ്ട് കേട്ടോ, ഫുൾ A+ കിട്ടിയത് കൊണ്ട് ഡോക്ടർ ആകാൻ പറ്റും, എഞ്ചിനീയർ ആകാൻ പറ്റും എന്ന് വിചാരിച്ച് അതിലേക്ക് ട്രൈ ചെയ്യുമ്പോൾ അൺസക്സസ്ഫുൾ. അതിനെ കുറിച്ച് എന്താ? പക്ഷേ എനിക്ക് തോന്നുന്നു, ഇപ്പം അജ്മൽ കുറെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ഞാൻ സീരീസ് ചെയ്തിട്ടുണ്ട്. ഐ ഓൾവേസ് ഐ ആം നോട്ട് അഗൈൻസ്റ്റ് എനി ഓഫ് ദീസ് തിങ്സ്. നമ്മളിത് അഗൈൻസ്റ്റ് അല്ല, പക്ഷേ കുറെ ജിയോ പൊളിറ്റിക്കൽ പ്രോബ്ലംസ് വരുന്നു, നമ്മുടെ കൺട്രോളില്ലാത്ത. ഉക്രൈനിൽ സംഭവിച്ച നമ്മൾ കണ്ടു. കാനഡയും ഇന്ത്യയും തമ്മിലുള്ള ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ്. ഞാൻ എപ്പോഴും പറയുന്നത് ഈ സ്കോപ്പ് എന്ന വാക്കിനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ചെയ്തു പോകാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് which will help them to migrate soon after their ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഈ സ്കോളർഷിപ്പിന്റെ കാര്യത്തിൽ എനിക്ക് വേറൊരു കാര്യം കൂടി ആഡ് ഓൺ ചെയ്യാനുള്ളത്, ഇപ്പോ കുറെ വിദേശ യൂണിവേഴ്സിറ്റികൾ എന്നോട് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ചോദ്യം, മാം എങ്ങനെയാണ് റിപ്ലൈ കൊടുക്കാറുള്ളത്? ഞാൻ എപ്പോഴും പറയുന്നത് ഈ സ്കോപ്പ് എന്ന വാക്കിനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഒരു കോഴ്സിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത്, ഇപ്പോ അജ്മലും ഞാനും ഒരേ കോഴ്സ് പഠിക്കാന്ന് വിചാരിക്കും, നമ്മൾ രണ്ടുപേരും ഒരേ മാർക്കിൽ ഇത് പാസ്സായി, ഓക്കെ, പരീക്ഷ കഴിഞ്ഞപ്പോഴത്തേനും ഒരേ സ്കോറാണ് നമുക്ക് രണ്ടുപേർക്കും വന്നത്. നമുക്ക് രണ്ടുപേർക്കും ഒരേ തരത്തിൽ ഒരേ ശമ്പളത്തിൽ ജോലി കിട്ടും? ഇല്ല. അപ്പോ നമ്മൾ രണ്ടുപേരും ഈ കോഴ്സിന്റെ സ്കോപ്പിനെ കുറിച്ച് സംസാരിക്കുന്നത് ഏത് തരത്തിലായിരിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ സ്കോപ്പിന്റെ ഡെഫിനിഷൻ പറഞ്ഞതുകൊണ്ട് ഞാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി കണ്ടൊരു ഡെഫിനിഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. കാൽ ന്യൂപോർട്ട് എന്ന് പറഞ്ഞൊരു കമ്പ്യൂട്ടർ സയന്റിസ്റ്റ് ഉണ്ട്. ഡീപ്പ് വർക്ക് എന്ന് പറഞ്ഞ പുസ്തകമൊക്കെ എഴുതിയിട്ടുള്ള, ഡീപ്പ് വർക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ ഡിസ്ട്രാക്ഷൻസിനെ കുറിച്ചൊക്കെ അത് എത്രത്തോളം നമ്മുടെ ലൈഫിനെ എഫക്ട് ചെയ്യുന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു പുസ്തകമാണ്. ഈസ് എ കമ്പ്യൂട്ടർ സയന്റിസ്റ്റ് US. അപ്പോൾ പുള്ളി പറയുന്ന ഒരു കാര്യമുണ്ട്, സ്കോപ്പിനെ കുറിച്ച് ചോദിക്കുമ്പോൾ പുള്ളി പറയുന്നത്, ഈ സ്കോപ്പ് എന്ന് പറയുമ്പോൾ ആൾക്കാർ ഉദ്ദേശിക്കുന്നത് വാട്ട് ദ വേൾഡ് ക്യാൻ ഓഫർ യു എന്നുള്ളതാണ്. അതായത് നമ്മളിങ്ങനെ മേ ബി IIT-ന്നോ അല്ലെങ്കിൽ എവിടെന്നെങ്കിലും നമ്മൾ എഞ്ചിനീയറിങ്ങോ എന്തെങ്കിലും ഡിഗ്രി കഴിഞ്ഞിറങ്ങുന്നു, അപ്പോൾ ഒരു 10 ആൾക്കാർ നമ്മുടെ ചുറ്റും നിൽക്കുന്നു, നിങ്ങൾ ഇങ്ങോട്ട് വരൂ, ഇതാണ് ആൾക്കാരെ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ ഇതാണോ റിയാലിറ്റി? ഒരിക്കലല്ല, ഇങ്ങനെ ഒരു സംഭവമല്ല. സോ നമുക്ക് ലോകം നമുക്ക് എന്തെങ്കിലുമൊക്കെ തരുമോ എന്നുള്ളതാണ് ഈ സ്കോപ്പ് എന്നുള്ളത് കൊണ്ട് ആളുകൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. ബട്ട് ഹീസ് ടെല്ലിംഗ് ദാറ്റ് സ്കോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ച്വലി പറയേണ്ടത് വാട്ട് യു ക്യാൻ ഓഫർ ദ വേൾഡ് ബാക്ക്. നിങ്ങൾക്ക് ഈ ഒരു 3 വർഷം 4 വർഷം ഇത് സ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ലോകത്തിന് എന്താണ് കൊടുക്കാനുള്ളത്, അതാണ് നിങ്ങളുടെ സ്കോപ്പ് നിർണ്ണയിക്കുന്നത്. ആ കോഴ്സിനല്ല, ആസ് എ പേഴ്സൺ നിങ്ങളുടെ സ്കോപ്പ് നിർണ്ണയിക്കുന്നത് ഇതാണെന്നുള്ള എനിക്ക് ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയി തോന്നിയ ഒരു ഡെഫിനിഷനാണ്. അതിന്റെ ഇടയിൽ ഒന്ന് ഇന്റർവ്യൂ ചെയ്ത് പറയണം തോന്നി. ഇപ്പോഴും ആൾക്കാർ ഈ സ്കോപ്പ് എന്ന വാക്കിന് ഉള്ളിൽ ഇങ്ങനെ സ്റ്റക്കാണ്. ഈ കോഴ്സിന് സ്കോപ്പ് ഉണ്ടോ? ഈ കോഴ്സ് പഠിച്ചിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ജോലി കിട്ടുമോ? എത്ര രൂപ എനിക്ക് ശമ്പളം കിട്ടും? ഈ ചോദ്യത്തിനൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൃത്യമായ ആൻസർ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോ സിവിൽ സർവീസ് പരീക്ഷ ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര രൂപ ശമ്പളം കിട്ടും ചോദിച്ചാൽ അതിന് എനിക്കൊരു ഉത്തരമുണ്ട്. കാരണം നമുക്ക് ശമ്പള സ്കെയിൽ നോക്കി ഇപ്പോഴത്തെ ശമ്പള സ്കെയിൽ എത്രയാണ് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പക്ഷെ ബാക്കി നമ്മൾ ഈ പറയുന്ന ജനറൽ ആയിട്ടുള്ള ബാക്കി ഗവൺമെന്റ് ജോലികൾ വിടും, ബാക്കി എല്ലാ സാധനങ്ങളും നമ്മൾ ജനറിക് ആയി നോക്കിക്കഴിഞ്ഞാൽ അതിലെങ്ങനെയാണ് രണ്ടുപേർക്ക് ഒരേ ശമ്പളം എന്നുപോലും നമുക്ക് പറയാൻ പറ്റുക? പക്ഷെ പലപ്പോഴും നമ്മൾ കോഴ്സുകളെ മാർക്കറ്റ് ചെയ്തെടുക്കുമ്പം അതിൻ്റെ താഴെ ഇത് പഠിച്ചിറങ്ങിയാൽ സാലറി സ്കെയിൽ എന്ന് പറഞ്ഞൊരു സാധനം കൊടുത്തിരിക്കും. ആ ഫിഗറിലാണ് പലരും ചെന്ന് വീഴുന്നത്. ആ ഫിഗറിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് ആവശ്യമുള്ള സ്കിൽ സെറ്റുകൾ എന്തൊക്കെ എന്നുള്ള കാര്യത്തെക്കുറിച്ച് പലരും അവെയർ ആവുന്നില്ല. നേരത്തെ പറഞ്ഞില്ലേ, ഒരു ഡോക്ടർ ആകണമെന്നുണ്ടെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ആ ഒരാളെ ഡീൽ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി. നമ്മൾ ചില ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയിട്ട് പറയില്ല, കണ്ടു കഴിഞ്ഞാൽ രോഗം എന്ന് വെച്ചിട്ട് പുള്ളി എന്താണ് ദിവ്യൻ വല്ലതായിരുന്നു, ഒന്നുമില്ല. പുള്ളി ശരിക്കും പഠിച്ചിട്ട് അവിടെ വന്നിരിക്കുന്ന വ്യക്തി തന്നെയാണ്. പക്ഷെ ആ പഠനത്തോടൊപ്പം ആ അറിവിനോടൊപ്പം ഈ വ്യക്തിയെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നും ആ വ്യക്തിക്ക് എങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്നുള്ള കാര്യത്തിൽ ഇയാൾ സ്കിൽഡ് ആയിരുന്നു. അതുകൊണ്ടാണ് ആ വ്യക്തിയെ കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നത്, ഒരു ആശ്വാസം കിട്ടുന്നത്, അയാൾ പറയുന്നത് കേൾക്കുന്നതിൽ നിന്നൊരു ആശ്വാസം കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഈ സ്കിൽ സെറ്റുകൾ ഈ അക്കാഡമിക്സിന്റെ കൂടെ ചേരുകയാണ്. അപ്പോൾ ഓരോ കോഴ്സിലേക്ക് ഒരു കുട്ടിയെ നമ്മൾ ഗൈഡ് ചെയ്യുമ്പോഴായാലും അല്ലെങ്കിൽ ഇന്നതിലേക്ക് പോകണമെന്ന് ആയിരിക്കും ഒരു റൈറ്റ് വേ എന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോഴും ഇറ്റ് ഈസ് നോട്ട് എബൌട്ട് എത്ര മാർക്ക് തൊട്ട് മുമ്പിലത്തെ പരീക്ഷയിൽ ആ കുട്ടി മേടിച്ചു എന്നുള്ളതല്ല അതിൻ്റെ മാനദണ്ഡം. ആ പർട്ടിക്കുലർ ജോലിയിൽ എത്തിച്ചേർന്നാൽ അവിടെ ആവശ്യമായിട്ടുള്ള സ്കിൽ സെറ്റുകൾ എത്രമാത്രം ആ കുട്ടിയിലുണ്ട് എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഈ ഓക്കുപേഷണൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, ഇതുപോലുള്ള സാധനങ്ങൾ ഞാൻ പലപ്പോഴും ഈ നീറ്റ് ക്രാക്ക് ചെയ്യാതെ വരുമ്പോൾ
കുട്ടികൾ പിന്നീട് പോകുന്ന സംഭവങ്ങളായിട്ട് അലൈഡ് ഹെൽത്തിൽ പോകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് പലരും ചോദിക്കാറുണ്ട്. ഈ കോഴ്സുകളിലേക്കൊക്കെ പോകുന്ന ആൾക്കാർ, ഞാൻ പറയട്ടെ, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല. ഒരു കാര്യമില്ല എന്ന് വെച്ചാൽ ഒരു കാര്യമില്ല. നിങ്ങൾക്ക് നന്നായിട്ട് ആൾക്കാരെ ഡീൽ ചെയ്യാൻ പറ്റണം. രണ്ടാമത്തെ കാര്യം, ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ജോലി കിട്ടിയില്ല എന്നുണ്ട് എങ്കിൽ കുറച്ച് ആളുകളിലേക്ക് സെൽഫ് മാർക്കറ്റ് ചെയ്ത് ഇറങ്ങാനുള്ള ഒരു ത്രാണി അത് നിങ്ങൾക്ക് ഉണ്ടാവണം. അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റക്കാവും. കാരണം ഈ അലൈഡ് ഹെൽത്ത് സയൻസ് പ്രോഗ്രാമിനൊക്കെ എത്രയാ സീറ്റ് ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഭീകരല്ലേ ഇത്. അത്രമാത്രം സീറ്റുകളാണ് പ്രൈവറ്റ് ആൻഡ് ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റികളിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഫോർ ദീസ് ടൈപ്പ് ഓഫ് കോഴ്സസ്. അത്രയും ആൾക്കാർ ഒരു വർഷം മാർക്കറ്റിൽ പഠിച്ചിറങ്ങി വരുമ്പോൾ അതിൽ നിങ്ങൾ പ്ലേസ്ഡ് ആവണമെങ്കിൽ നിങ്ങൾക്ക് ആ മാർക്ക് മാത്രം പോരാ. ഏതെങ്കിലും രോഗി ഡോക്ടറെ കാണാൻ വരുമ്പോൾ ഡോക്ടറുടെ മാർക്ക് ലിസ്റ്റിങ് തന്നെ ഞാൻ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? നമ്മൾ മുൻപ് പോയ ആരോടെങ്കിലും അന്വേഷിച്ചിട്ട് അയാൾ പറയും, ഓ ഇയാൾ കൊള്ളാട്ടോ, ഒന്ന് പൊക്കോളൂ, ഈ ഡോക്ടർ നല്ലതാണ് കേട്ടോ. അപ്പൊ അയാൾ മാർക്ക് നോക്കിയിട്ടല്ല പോയത്. എന്നോ ഒരിക്കൽ ഒരാൾ ചെന്ന് കയറി അയാൾക്ക് അയാളുമായി ഒരു കെമിസ്ട്രി വർക്കായി, ഒരു വേർഡ് ഓഫ് മൗത്ത് പോയി, ഇന്ന ഹോസ്പിറ്റലിൽ ഇന്ന ഡോക്ടർ നല്ലതാണ്, അല്ലെങ്കിൽ ഇന്ന ആൾ ഫ്രീലാൻസ് ചെയ്യുന്നുണ്ട് അയാൾ നല്ലതാണ്. ദിസ് ഇസ് ഗെറ്റിംഗ് സ്പ്രെഡ്, റൈറ്റ്? അല്ലാതെ പോകുമ്പം നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിംഗ് താ, ഞാനൊന്ന് നോക്കട്ടെ, നിങ്ങൾ എത്ര 100-ന് എത്ര മാർക്ക് വാങ്ങിയിട്ടുണ്ട്, അപ്പോ നിങ്ങൾ കൊള്ളാം, ഓ നിങ്ങൾക്ക് ഇത്ര കിട്ടിയോളോ, അപ്പൊ എനിക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ഇങ്ങനെയൊന്നും ആരും പറയാറില്ല. ഈവൻ ഇപ്പൊ നമ്മൾ ഡോക്ടേഴ്സിന്റെ അടുത്ത് പോകുമ്പോൾ നമ്മളൊരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പഠിച്ചാണോ അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിംഗിലാണോ പഠിച്ചത്, ഇനി വിദേശത്ത് പഠിച്ചാണോ, നമ്മൾ ആസ് ഓഫ് നോ നമ്മൾ ചോദിക്കാറ് പോലില്ല. അതെ, അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ പറഞ്ഞ ഒരു ഡിസിഷൻ മേക്കിംഗ്, ഈ ഒരു കരിയർ ഡിസിഷൻ മേക്കിംഗ് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് വളരെ ഇറാഷണൽ ആണ്. ഞാൻ നേരത്തെ ഒരു കഥ പറഞ്ഞെന്ന് ആവർത്തിക്കാം. ഒരു കുട്ടി, ആ കുട്ടിയുമായി സംസാരിച്ചപ്പോൾ 4-ാമത്തെ വർഷം അല്ലെങ്കിൽ 5-ാമത്തെ വർഷം മെഡിസിൻ റിപ്പീറ്റ് ചെയ്യണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് റിപ്പീറ്റ് ചെയ്യാനുള്ള റീസൺ. അപ്പോൾ ആ കുട്ടിക്ക് സീനിയർ ആയിട്ടുള്ള ഒരാളോട് ഒരു ക്രഷ് തോന്നുന്നു. അപ്പോൾ അയാൾ മെഡിക്കൽ കോളേജിലാണ്, ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ കുട്ടിക്ക് മെഡിക്കൽ കോളേജിൽ എത്തണം. അപ്പോൾ ഞാൻ ചോദിച്ചു അയാളിപ്പോ എവിടെ എത്തി? അയാളിപ്പോ 4th ഇയർ ആയി, അയാൾ പാസ് ഔട്ട് ആവാറായി, ഇപ്പോഴും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോ ഇയാൾ അറിയുമോ, ഇയാൾക്ക് നിന്നെ അറിയുമോ? ഇല്ല, അതൊന്നും അറിയില്ല, ഇനി കോളേജിൽ എത്തിയിട്ട് വേണം പരിചയപ്പെടാൻ. അപ്പോൾ പല കുട്ടികളോട് സംസാരിക്കുമ്പോൾ ഈ റിപ്പീറ്റിംഗ് അല്ലെങ്കിൽ ഈവൻ കരിയർ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ വളരെ ഇറാഷണൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ്, ഈ പറഞ്ഞ പോലെ വളരെയധികം ചിന്തിച്ചിട്ടോ റാഷണൽ ആയിട്ട് ലോജിക്കലായി ആലോചിച്ചിട്ടല്ല പലപ്പോഴും ഈ ഡിസിഷൻ എടുക്കുന്നത് എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യാറുണ്ട്. വാട്ട് ആർ യുവർ എക്സ്പീരിയൻസസ് ആൻഡ് നമ്മൾ എങ്ങനെയാണിത് ഈ ഒരു ഡിസിഷൻ എടുക്കേണ്ടത്? വളരെ വിചിത്രമായ ഒരുപാട് എക്സ്പീരിയൻസുകൾ എനിക്ക്. റിപ്പീറ്റ്, റിപ്പീറ്റ്, സൂപ്പർ റിപ്പീറ്റ്, മെഗാ റിപ്പീറ്റ്, ഇനി എന്തെന്നൊക്കെയാണ് അതിന്റെ പേര് വരുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ടും ഇപ്പോഴും ഇനിയും ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ പോണം എന്ന് പറയുകയാണ്. അതായത് പാരന്റ്സ് പുഷ് ചെയ്യുന്നില്ല, കുട്ടി പറയുകയാണ്. അപ്പൊ നമ്മൾ തന്നെ അത്ഭുതപ്പെടില്ലേ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? അത് ഇനി ഞാനിത് നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നാട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റില്ല, എനിക്ക് ബന്ധുക്കളുടെ മുഖത്ത് നോക്കാൻ പറ്റില്ല. ആ ഒറ്റ കാരണം കൊണ്ട് വീണ്ടും 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 ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥ. ചില കേസുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 2-3 റിപ്പീറ്റ് കഴിയുമ്പോൾ പലപ്പോഴും പാരന്റ്സ് ആ 3 റിപ്പീറ്റിന് ഉന്തിയത് പാരന്റ്സ് ആയിരിക്കും. പക്ഷെ 3-ാമത്തെ റിപ്പീറ്റ് കഴിഞ്ഞ് കുട്ടിയുടെ മനസ്സിൽ ഈ സംഭവം വേറൊരു സാധനമായി മാറി. പിന്നെ എന്നെക്കൊണ്ട് ഇനി ഒന്നും വേറൊന്നും കഴിയുകയില്ല എന്ന് പറയുന്ന ഒരു തോട്ടിലേക്ക് എത്തിപ്പെടുന്ന കുട്ടികൾ റോങ് ഡിസിഷൻസിലൂടെ. ഈ ഇടയ്ക്ക് ഞാൻ പരിചയപ്പെട്ടൊരു കുട്ടി 12-ാം ക്ലാസ് കഴിഞ്ഞിട്ട് 3 വർഷം റിപ്പീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ചു 3 വർഷം. അത് കഴിഞ്ഞിട്ട് 2 വർഷം ജർമ്മൻ ഭാഷ പഠിക്കാൻ വേണ്ടി പോയി. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും ജർമ്മൻ ഭാഷയുടെ ലാസ്റ്റ് സ്ഥാനത്തിലേക്ക് ക്ലിയർ ആയിട്ടില്ല. ക്ലിയർ ആയിട്ട് എന്താ ഉദ്ദേശം? ഹോസ്പിറ്റൽ. ഇനി നഴ്സിംഗിന് പോവാത്രേ. വയസ്സ് എത്രയായി? 27. ഇത് സംഭവിക്കുന്നത് അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള കുട്ടികളെ കാണുമ്പോൾ നമ്മൾ ആലോചിക്കും, എന്റെ ദൈവമേ, ഈ കുട്ടികളെ കൃത്യമായിട്ട് ആ സമയത്ത് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ ആർക്കെങ്കിലും പറ്റിയിരുന്നു എങ്കിൽ ഒരു പക്ഷേ രക്ഷപ്പെടുമായിരുന്നില്ലേ, ഒന്ന് ടേൺ ആവുമായിരുന്നില്ലേ എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്ന ഒരുപാട് കുട്ടികളെ നമ്മൾ കാണേണ്ട സിറ്റുവേഷൻസ് വരുന്നുണ്ട്. അപ്പം ഇതിനൊക്കെ കാരണം പലപ്പോഴും ആ റൈറ്റ് ഗൈഡൻസ് കുട്ടികളിലേക്ക് എത്താത്തത് കൊണ്ടാണ്. പാരൻസ് ചില സമയങ്ങളിൽ ബ്ലൈൻഡഡ് ആയി പോകുന്നതാണ്, തിങ്കിങ് ദാറ്റ് ദിസ് ഇസ് ദി ഓൺലി പാത്ത് വേ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അത് മാത്രമായിരിക്കില്ല അവരുടെ ഓൺലി പാത്ത് വേ എന്ന് പറയുന്നത്. ദർ ആർ വേരിയസ് അതർ തിങ്സ്. അതെ അതെ, പലപ്പോഴും ഇങ്ങനെ ഒരു ഇമോഷണൽ ഡിസിഷൻ മേക്കിംഗ് ആണ്. ഞാനിപ്പോൾ ഈവൻ ഈ MBBS അബ്രോഡിലോട്ട് MBBS പോകുന്ന കുട്ടികളൊക്കെ പലപ്പോഴും ഫസ്റ്റ് ഒരു കൈൻഡ് ഓഫ് ഒരു കോഡ് സെറിമണി ഉണ്ടാവും.
അപ്പോൾ അഡ്മിഷൻ എടുത്ത കുട്ടികൾക്കൊക്കെ ഒരു കോട്ട് ഇടിപ്പിക്കുന്നു, ഒരു സ്റ്റെത്ത് ഇടിപ്പിക്കുന്നു. അപ്പോൾ പാരൻസ് ഇങ്ങനെ കാണുമ്പോൾ അവരിങ്ങനെ വികാരഭരിതരായിട്ട് മോളെങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്നു, കണ്ണുനീര് വരുന്നു. അപ്പം ഞാനിങ്ങനെ ആലോചിക്കും, ഒരു ഫസ്റ്റ് ഇയറിൽ കോളേജിൽ പോയി തുടങ്ങിയിട്ടില്ല, അതിനു മുമ്പാണ് ഈ പറഞ്ഞ പോലെ ഒരു ഇറാഷണൽ ഇമോഷണൽ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ആണ്. അല്ല ഇതിൻ്റെ ഒരു വരും വരായികളെ കുറിച്ചോ ഇതിൻ്റെ ലീഗൽ പ്രശ്നങ്ങളെ കുറിച്ചോ നമുക്ക് ഇത്രയധികം ഡോക്ടേഴ്സ് വേണോ എന്നുള്ളതിനെ കുറിച്ചോ നമ്മുടെ കുട്ടി ശരിക്കും ഡോക്ടർ ആണോ ആവേണ്ടത്, അതിനുള്ളൊരു സ്കിൽ സെറ്റ് അവനുണ്ട് എന്നുള്ളതിനെ കുറിച്ചോ ഒന്നും പലപ്പോഴും എന്ത് ചെയ്യുന്നില്ല, ആളുകൾ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. റൈറ്റ്, അഗെയിൻ കമ്മിങ്, ഇതൊരു പ്ലാനിങ്ങിന്റെ പ്രശ്നമാണ്. റൈറ്റ്, ഈ പറഞ്ഞതുപോലെ കുറച്ച് നേരത്തെ ഒന്ന് ആലോചിച്ച് തുടങ്ങിയാൽ അറ്റ്ലീസ്റ്റ് ഒരു 10th അല്ലെങ്കിൽ 9th 8th എൻ്റെ കുട്ടിക്ക് എന്തൊരു സ്കില്ലുണ്ട് എന്നുള്ളത് നമ്മൾ ഏതൊരു കരിയർ ഗൈഡന്മാരെക്കാളും കൂടുതൽ അറിയുക സ്വാഭാവികമായിട്ടും പാരൻസിനാണ്. അവിടെ ആ കുട്ടിയെ കുറച്ചൊന്ന് അപ്സ്കിൽ ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണം എന്ന് തീരുമാനിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ പലതും ഉള്ളൂ. ഈ ഒരു പ്ലാനിങ്ങിൽ എസ്പെഷ്യലി ഫൈനാൻസ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. ഇതിനെങ്ങനെയാണ് പാരൻസ് കാണേണ്ടത്? ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു തോട്ട് പ്രോസസ്സ് എങ്ങനെയായിരിക്കണം? കാരണം ഇനി അബ്രോഡിൽ പോകണം, അല്ലെങ്കിൽ ഈവൻ ഇന്ത്യയിൽ തന്നെ പലപ്പോഴും പല കോളേജസിലും ഈവൻ ഗവൺമെന്റ് കോളേജസിലെ ഫീസ് ഹയർ ആയിക്കൊണ്ടേയിരിക്കുകയാണ്. ഹൗ ഷുഡ് ദേ പ്ലാൻ ദിസ്? ഈ ഫൈനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്നത് കുട്ടി അറ്റ്ലീസ്റ്റ് ഒരു 8ാം ക്ലാസ് എത്തുമ്പോഴെങ്കിലും പാരൻസ് നടത്തി തുടങ്ങിയില്ല എങ്കിൽ ഇത് അവസാനം പ്രശ്നത്തിൽ പോയി ചാടും എന്നുള്ളതിന് ഒരു സംശയമില്ല. ഈ എയർലി കരിയർ ഗൈഡൻസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്, അത് ശരിക്കും കുട്ടിക്കല്ല വേണ്ടത്. ഈ എയർലി കരിയർ ഗൈഡൻസ് പാരൻസിനാണ്. കാരണം ആ സമയത്ത് കുട്ടിയെ നമുക്ക് ഇത് ചെയ്തിട്ട് അസസ് ചെയ്തിട്ട് ഇന്ന ഒരു ഫീൽഡ് ആയിരിക്കും നല്ലതെന്നൊന്നും പറയാനൊന്നും പറ്റില്ല. പക്ഷേ ബ്രോഡ്ലി ഈ കുട്ടിയെ ഇന്ന രീതിയിലേക്ക് നിങ്ങൾ വിടുകയാണെങ്കിൽ ഇന്ന രീതിയിൽ മെന്റർ ചെയ്യണം, ഇന്ന ടൈപ്പ് ഓഫ് കോച്ചിങ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യണം, അതിനെല്ലാം കൂടി ചേർത്ത് ഇന്ന രീതിയിലുള്ള ഒരു ബഡ്ജറ്റ് നിങ്ങൾ മനസ്സിൽ കാണണം. ഇങ്ങനെ ഒരു പ്ലാനിങ്ങിന്റെ ആവശ്യമുണ്ട്. ഇപ്പോഴും JEE പരീക്ഷ ക്രാക്ക് ചെയ്ത് IIT-യിൽ കയറിയാൽ IIT-യിൽ ഫീസ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്ന രക്ഷകർത്താക്കളും കുട്ടികളും ഉണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു ഫാക്ടറാണ്. ഒരു പ്രാവശ്യം ഞാനൊരു ടീച്ചറുമായി സംസാരിക്കുകയായിരുന്നു. അപ്പൊ ടീച്ചർ ആ വർത്തമാനത്തിനിടയിൽ പറയാണ്, ഈ കുട്ടികൾക്കൊക്കെ മര്യാദക്ക് JEE ഒക്കെ പഠിച്ച് പാസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ 5 പൈസ ഫീസ് ഇല്ലാതെ IIT-കളിൽ പഠിച്ചൂടെ? ഞാൻ കേട്ടു. എനിക്ക് അപ്പം കാരണം അതൊരു കുറച്ച് ആളുകൾ നിൽക്കുന്ന ഒരു ഇതായിരുന്നു, ഒന്നും എനിക്ക് പറയാനായില്ല. പക്ഷെ ഞാൻ എൻ്റെ ഉള്ളുകൊണ്ട് ഇങ്ങനെ വിചാരിക്കുകയായിരുന്നു, ദൈവമേ ഇത് തന്നെ ആയിരിക്കില്ലേ ഇവർ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോ അതിൽ നിന്ന് ആ പരീക്ഷ ക്രാക്ക് ചെയ്യണം എന്നൊരു ആവേശം ആ കുട്ടിക്ക് ഉണ്ടായെങ്കിൽ നന്ന്, അത് വൺ സൈഡ്. ബട്ട് ഓൺ ദി അതർ സൈഡ് ഇതിൽ ഒരു പൈസയും വേണ്ട എന്ന ചിന്ത ഇത് കേൾക്കുന്ന രക്ഷകർത്താക്കൾക്ക് ഉണ്ടാവുകയും അവര് ഈ കുട്ടിയുടെ ഫൈനാൻസ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ട, പഠിപ്പിക്കുക ഇങ്ങനെ മാത്രം വിചാരിച്ച്, അതായത് ആ കുട്ടി നന്നായിട്ട് ആ എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഓറിയന്റ് ചെയ്യുക എന്ന് മാത്രം ചിന്തിക്കുകയും ചെയ്താൽ അത് എത്രമാത്രം 2 രീതിയിൽ അത് പോയി. അപ്പോൾ ഇപ്പോഴും ഇത്തരത്തിലുള്ള ഒരുപാട് അബദ്ധധാരണകളുണ്ട്. ഇപ്പം IIT-യിൽ തന്നെ ഫീസ് ഉണ്ട് എന്നുള്ളതിൽ നമുക്ക് ഒരു സംശയമില്ല. അത് ഇപ്പം വേറൊരു പ്രശ്നമുള്ളത്, നമ്മൾ ഈ കീം എഴുതി കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ മെറിറ്റ് സീറ്റിൽ നമ്മൾ കയറില്ലേ, അവിടെയുള്ള ഫീസും IIT-യിലെ ഫീസും ആൾക്കാർ കമ്പയർ ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഈ നമ്മൾ കീം എഴുതി കേരളത്തിലെ മെറിറ്റിൽ കയറുമ്പോൾ ഉള്ള ഫീസ് വളരെ ചെറുതാണ്. പക്ഷെ IIT-യിലെ ഫീസ് ഇതിനോട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തേ ഇല്ല. അവിടെ നമ്മൾ ഒരു വർഷം ഒരു 2 ലക്ഷം രൂപയെങ്കിലും അവിടെ നമ്മൾ കാണേണ്ട ആവശ്യമുണ്ട്. പക്ഷെ നമ്മളിവിടെ ഒരു മെറിറ്റിൽ നമ്മൾ ഒരു ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിൽ കയറുകയാണെങ്കിൽ വളരെ ചെറുതല്ലേ ആ ഫീസ്. അപ്പൊ ഇതായിരിക്കാം ഒരു പക്ഷെ വേറൊരു തോട്ട്. മാത്രല്ല പിന്നെ ഈ അടുത്താണ് ഈ ഫീസൊക്കെ പലതും കൂടിയത്. മുമ്പ് അത്ര ഫീസൊന്നും ആളുകൾ അത്ര കൊടുത്തിട്ടില്ല എന്നുള്ള ഒരു കാരണം ഈ ഫീസ് കൂടിയതൊന്നും പല ആളുകളും ഈ പറഞ്ഞതുപോലെ അറിഞ്ഞിട്ടുമില്ല. ഇപ്പൊ ഈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നമ്മൾ കയറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീസ് ഇല്ലാതെ പഠിക്കുക എന്നുള്ളതല്ല, ആ സ്ഥലം, ആ അറ്റ്മോസ്ഫിയർ നമുക്ക് നൽകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ എക്സ്പോഷർ ഒരുപാടാണ്. ആ എക്സ്പോഷർ ഒക്കെ കേൾക്കണമെങ്കിൽ ഞാൻ പറയും എന്റെ വീഡിയോയിലെ കാണേണ്ട, അജ്മലിന്റെ ഒക്കെ വീഡിയോ കാണേണ്ടത്. അജ്മലൊക്കെ എത്രയോ പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട് ആ എക്സ്പോഷറിനെ കുറിച്ച്. കാരണം നിങ്ങളൊക്കെ അവിടെ പഠിച്ചവരാണ്. അപ്പൊ നിങ്ങൾക്ക് അത് അനുഭവത്തിൽ നിന്നുള്ള സംസാരമാണ്. എന്നെ പോലുള്ളവർ അതൊക്കെ നേരിട്ട് പോയി കണ്ടിട്ട് പറയുന്നതാണ്. പക്ഷെ പഠിച്ച ആളുടെ അനുഭവം എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള അനുഭവം. അപ്പൊ ഞാൻ തന്നെ പലപ്പോഴും കുട്ടികളോട് പറയാറുണ്ട്, ഇങ്ങനത്തെ സാധനങ്ങൾക്ക് ഇന്ന ആൾക്കാരുടെ വീഡിയോ പോയി നിങ്ങൾ കാണുക, അതിൽ നിങ്ങൾ മനസ്സിലാക്കും ദാറ്റ് ലൈക്ക് അവിടെ നിന്ന് കിട്ടുന്ന ആ എക്സ്പോഷർ എന്താണ്, അതിന്റെ പ്രാധാന്യം എന്താണ്.
എന്നുള്ളത്. ആസ് യു ട്രാവൽഡ് അറൌണ്ട് ദ വേൾഡ്, പറഞ്ഞ പോലെ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ്, ഇന്ത്യയിൽ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ IITs പോലുള്ള സ്ഥാപനങ്ങളുണ്ട്. അതേപോലെ തന്നെ മെഡിസിനിലാണെങ്കിൽ എയിംസ്, ജിപ്മർ, സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഒരുപാടുണ്ട്. ഇപ്പോൾ ഉള്ള പൊതുവെയുള്ള ഒരു ട്രെൻഡാണല്ലോ ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റീസ് ഈവൻ വേൾഡ് റാങ്കിങ്സ്, പല കാരണത്താൽ ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റീസ് വേൾഡ് റാങ്കിങ്ങിൽ പിറകിലാണ്. ഞാൻ തന്നെ അതിനെക്കുറിച്ച് പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ പുറത്തുള്ള യൂണിവേഴ്സിറ്റീസ് കാണുമ്പോൾ ഹൗ ഡു യു കമ്പയർ? അതായത് പല ആളുകളും വിചാരിക്കുന്നത് ഫോറിൻ യൂണിവേഴ്സിറ്റീസ് ആർ മച്ച് ബെറ്റർ ദാൻ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ഇൻ ജനറൽ. അങ്ങനത്തെ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, ഇല്ല എന്നുള്ളതല്ല. ഡെഫിനറ്റ്ലി ഫോറിൻ യൂണിവേഴ്സിറ്റീസ് ഒരുപാട് നല്ല യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. പക്ഷേ ഇൻ ജനറൽ എങ്ങനെയാണ് ഒരു കമ്പാരിസൺ എന്നുള്ളത്? ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികൾ മോശമാണ്, ഫോറിനിലെ എല്ലാ യൂണിവേഴ്സിറ്റീസും നല്ലതാണ്, ഇതൊരു റോങ് തോട്ടാണ്. പലപ്പോഴും ചില കുട്ടികളും പറയാറുണ്ട്, ഐ ഡോണ്ട് വോണ്ട് ടു ഗോ ടു ഇന്ത്യ, ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആർ ബാഡ്, ഐ ഡോണ്ട് ലൈക്ക് ദ പ്ലേസ്. എന്നിട്ട് അവർ പോഷ് ആയിട്ടുള്ള കൺട്രീസ് പേര് പറയും, ഐ വോണ്ട് ടു ഗോ ടു UK, ഐ വോണ്ട് ടു ഗോ ടു ഓസ്ട്രേലിയ, ഐ വോണ്ട് ടു ഗോ ടു US. ബിക്കോസ് വാട്ട് ദേ തിങ്ക് ഇസ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളും വളരെ മേൽത്തരമായിട്ടുള്ള യൂണിവേഴ്സിറ്റികളാണ് എന്ന ചിന്ത. പക്ഷെ അതൊരിക്കലും അങ്ങനെയല്ല. ഒരു രാജ്യത്തിനകത്ത് തന്നെ ഉള്ള യൂണിവേഴ്സിറ്റീസ് പല തരത്തിലാണ്. ഇപ്പൊ ഇന്ത്യയിൽ തന്നെ നമ്മൾ നോക്കിയാൽ ഇന്ത്യയിലെ എല്ലാ യൂണിവേഴ്സിറ്റീസിനും ഒരേ കാറ്റഗറി കൊണ്ട് പെടുത്താൻ പറ്റില്ല, ഒരിക്കലും പറ്റത്തില്ല. അതുപോലെ തന്നെയാണ് ഏത് രാജ്യത്തിലും. കേരളത്തിലെ യൂണിവേഴ്സിറ്റീസ് തന്നെ, കേരളത്തിലെ കോളേജസ് തന്നെ എത്ര ഡിഫറെന്റ് ആണ്, നമുക്കത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇനി ഈ പാർട്ട് ടൈം ജോലി കിട്ടും എന്ന് പറഞ്ഞു പോകുന്ന ആൾക്കാർ, നമ്മൾ ഒരു മനസ്സിലാവാൻ വേണ്ടി ഒരു എക്സാമ്പിൾ ഇട്ട് ഞാൻ പറയാണ്. നമ്മൾ കൊച്ചിയിൽ ഒരു കോളേജിൽ പഠിക്കുന്നു, മറ്റൊരു കുട്ടി വയനാട് ഒരു കോളേജിൽ പഠിക്കുന്നു. ഇത് രണ്ടും കേരളത്തിനകത്ത് തന്നെയല്ലേ? അപ്പോൾ UK എന്നൊരു കുട്ടി ഇവിടേക്ക് പഠിക്കാൻ വന്നു ആൻഡ് തിങ്കിങ് കേരള ഇസ് ദ പ്ലേസ്. അപ്പോൾ ആ കുട്ടിക്ക് കൊച്ചിയിൽ നിൽക്കുമ്പോഴാണോ പാർട്ട് ടൈം കിട്ടാൻ സാധ്യത, വയനാട് നിൽക്കുമ്പോഴാണോ എന്നുള്ള ഒരു രണ്ടും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഇല്ലേ? ഇതുപോലെ തന്നെയാണ് ഈ പറയുന്ന ഓരോ സ്ഥലങ്ങളിലെയും ഓരോ പ്രദേശങ്ങൾ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ചില രാജ്യങ്ങളിലെ ചില സ്ഥലങ്ങൾ അജ്മൽ പക്ക ഗ്രാമപ്രദേശങ്ങളാണ്. ചിലതൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, ഞാൻ കോയമ്പത്തൂരിലാണോ അതോ. അത് ഇന്ത്യക്കാർക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കപ്പെട്ട യൂണിവേഴ്സിറ്റീസ് ഉണ്ട് എന്നൊക്കെ ഒരുപാട് പറയാറുണ്ടല്ലോ, അത് യാഥാർത്ഥ്യമാണ്. സത്യമാണ്. ബിക്കോസ് ഇൻ സം ഓഫ് ദി കൺട്രീസ് ദർ ആർ തിങ്സ് ലൈക്ക് കമ്മ്യൂണിറ്റി കോളേജസ്. ഈ കമ്മ്യൂണിറ്റി കോളേജിനെ ഞാനൊരു പക്ഷേ ചില കമ്മ്യൂണിറ്റി കോളേജിനെ നമുക്ക് നമ്മുടെ നാട്ടിലെ ഈ പാരലൽ കോളേജ് എന്നൊക്കെ വിളിക്കുന്ന സങ്കല്പങ്ങളില്ലേ, അതുമായിട്ടൊക്കെ കമ്പയർ ചെയ്യേണ്ടി വരും. ആ തരത്തിലുള്ള സംഭവങ്ങളും ഉണ്ട്. പിന്നെ ചിലത് ഒരു സ്ഥലത്തിന്റെ പേരും യൂണിവേഴ്സിറ്റിയുടെ പേരും തമ്മിൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആയി പോകുന്നത്. ഓക്സ്ഫോർഡ് പോലെ. യെസ്, അതായത് ഓക്സ്ഫോർഡ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പണ്ട് മുതലേ ഒരു ഹൈ ക്ലാസ് യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ഏതൊരാളുടെയും മനസ്സിൽ ഓക്സ്ഫോർഡ്, സ്റ്റാൻഫോർഡ്, പ്രിൻസ്റ്റൺ, ഇതൊക്കെ ഇങ്ങനെ ഹാർവാർഡ് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പൊ അതിലൊന്നാണ് ഈ ഓക്സ്ഫോർഡ്. അപ്പൊ ഓക്സ്ഫോർഡിലേക്ക് പോവാന്ന് പറയുമ്പോൾ ഈ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്കാണ് പോകുന്നതെന്നുള്ള ആൾക്കാർ തിരിതിരിക്കണം. പക്ഷെ എല്ലാരും പോണത് അതല്ല, ഓക്സ്ഫോർഡ് ആ പ്ലേസ് ആണ്. അപ്പൊ ഇത് ഈ മറ്റേ എന്താ പറയാ, സ്റ്റഡി അബ്രോഡ് ആ അഡ്മിഷൻ കൊടുക്കുന്ന ആൾക്കാർ, ഈവൻ അത് സെല് ചെയ്യുമ്പോൾ ടെലികോളിംഗിൽ ഇരിക്കുന്ന കുട്ടികളില്ലേ, അവർക്ക് പോലും അത് അറിയില്ല. അവര് ശരിക്കും ഈ പാരന്റ്സിനെ പറ്റിക്കുകയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റിക്കുന്നതല്ല, അറിവില്ലായ്മയാണ്. പക്ഷെ ഈ അറിവില്ലായ്മ കൊണ്ട് ആഫ്റ്റർ എഫക്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി, ഭയങ്കരല്ലേ ഇത്. അത് എത്ര ബുദ്ധിമുട്ടുണ്ടാക്കും. അവിടെ പോയി കഴിഞ്ഞിട്ടാണ് കുട്ടികൾക്ക് ഇത് തിരിയണത്, ഇങ്ങനെയാണ് ഇതിന്റെ യാഥാർത്ഥ്യം. അപ്പോഴത്തേനും സമയം പോയി, പൈസ പോയി, കാര്യങ്ങളെല്ലാം പോയി. അപ്പോൾ അത്തരം യൂണിവേഴ്സിറ്റീസിൽ പലപ്പോഴും വലിയ ലോൺ എടുത്തിട്ട്, ഭീകരമായ ലോൺ എടുത്തിട്ട്, പിന്നീട് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ഹാഫൊക്കെ തന്നെ അതിൻ്റെ കൂടെ ഇൻട്രസ്റ്റ് ആയിട്ട് അടച്ച് തീർക്കേണ്ട അവസ്ഥയിലാണ് പല ആളുകളും പോകുന്നത്. നമ്മുടെ ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിന് ഇതിനോടുകൂടി ചേർത്ത് വെക്കേണ്ടതാണ് എന്നുള്ളതാണ്. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു സങ്കടം മനസ്സിലാവുക. പല പാരൻസും പല കുട്ടികളും പിന്നീട് സംസാരിക്കുമ്പോൾ, എൻ്റെ അടുത്ത് ഒരു പാരൻ്റ് ഇപ്പോൾ അടുത്ത് ഒന്ന് സംസാരിച്ചു, കാനഡയിൽ പോയി, അവിടെ ഒരു ഡിപ്ലോമ കോഴ്സിന് ചേർന്നു, അത് കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ അവിടെ ഈ പറഞ്ഞ പോലെ പെർമനന്റ് റെസിഡൻഷിപ്പ് കിട്ടുന്നില്ല. അതായത് എപ്പോഴും ഒരു ഏർലി മൂവർ അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. ഫസ്റ്റ് മേ ബി യൂറോപ്പിലും കാനഡയിലും കുറെ ആളുകൾ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ഇന്ത്യക്കാർ പോയപ്പോൾ ഡെഫിനറ്റ്ലി they were lucky or they took the opportunity എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് കണ്ടിട്ട് അവർക്ക് മേ ബി PR കിട്ടി. ഇത് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ പിന്നെ പോകുന്നു. ഈ ആളുകളൊക്കെ ഒരു തൃശങ്കു സ്വർഗം എന്നൊക്കെ പറഞ്ഞ പോലെ അതിന്റെ നടുവിൽ ഇങ്ങനെ പല ആളുകളും നിൽക്കുകയാണ്. കുറെ ജിയോ പൊളിറ്റിക്കൽ പ്രോബ്ലംസ് വരുന്നു, നമ്മുടെ കൺട്രോളില്ലാത്ത. ഉക്രൈനിൽ സംഭവിച്ച് നമ്മൾ കണ്ടു. കാനഡയും ഇന്ത്യയും തമ്മിലുള്ള ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് പ്രശ്നം വരുമ്പോൾ അവിടെയുള്ള ഇന്ത്യൻ സ്റ്റുഡൻസ്, ഇന്ത്യൻ ഡയസ്പോറയെ മൊത്തം ഈ ഒരു കാര്യം ബാധിക്കുകയാണ്. അവർക്ക് PR കിട്ടാത്ത അവസ്ഥ വരുന്നു. ഒരു ഗവൺമെന്റുകളുടെ പോളിസീസിൽ ചേഞ്ച് വരുമ്പോൾ ഇത് സംഭവിക്കുന്നു. ഈ കാര്യങ്ങളെ കുറിച്ചൊന്നും പലപ്പോഴും പാരന്റ്സും കുട്ടികളും തീരെ അവെയർ അല്ല.
ശരിയാണ്, അവയർ അല്ല. ഈ അവയർനെസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ചില ഇപ്പൊ ഈവൻ ഓസ്ട്രേലിയ ഒരു സ്റ്റഡി ഇതിന് ഒരു വിസ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമാണ് ഓസ്ട്രേലിയ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കുട്ടി 11ാം ക്ലാസ്സിൽ എത്തുമ്പോൾ എനിക്ക് ഓസ്ട്രേലിയയിൽ പോകണം എന്നതിങ്ങനെ ഡ്രീമാക്കി വെക്കുകയാണ്. പാരന്റ് ഇതിന്റെ ബാക്കി സാധനങ്ങളൊന്നും അന്വേഷിക്കുന്നില്ല. പാരന്റ് ആലോചിക്കുന്നത് എന്താണ്, 12ാം ക്ലാസ് കഴിയുമ്പോഴത്തേനും ഇതുപോലെ ഏതെങ്കിലും ഒരു ഏജൻസി പോവുക, ഓസ്ട്രേലിയ പോകണമെന്ന് പറയുക, ഇവരെ നമ്മൾ നേരെ അങ്ങ് ഓസ്ട്രേലിയക്ക് കൊണ്ടുപോകുന്നു. ഇതാണ്. ഇതിന് ബഡ്ജറ്റ് എന്താണെന്നുള്ളതോ ഇതിൽ ലോൺ കിട്ടുമോ അത് വേറൊരു മെയിൻ തിങ് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. ബിക്കോസ് സം പീപ്പിൾ അവരുടെ മനസ്സിലൊരു തെറ്റിദ്ധാരണയുണ്ട്, നമ്മളൊരു കോഴ്സ് പഠിക്കാൻ ഒരു എഡ്യൂക്കേഷൻ ലോണിന് നമ്മൾ അർഹരാണ്. അതിപ്പോ ഒരു 50 ലക്ഷം റുപ്യയുടെ ഒരു കോഴ്സ് ആണെങ്കിൽ 50 ലക്ഷം രൂപ തരാൻ ഒരു ബാങ്ക് ബാധ്യസ്ഥരാണ്. നോ വേ, നോ വേ. ഒരു ലോൺ കിട്ടണമെങ്കിൽ ആ ലോൺ തിരിച്ചടയ്ക്കാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ട് എന്നുള്ളത് ഒരു ബാങ്ക് ചെക്ക് ചെയ്യും. അല്ലാതെ ഇത് വിദ്യാഭ്യാസമാണല്ലോ, ആ കുട്ടി പഠിച്ചോട്ടെ, ഓക്കെ, ഞാൻ ഒരു 50 ലക്ഷം റുപ്യ തന്നേക്കാം എന്നൊരു ബാങ്കിന്റെ മാനേജർക്ക് ഒരു തീരുമാനം എടുക്കാനാവില്ല. അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ഇതാണ്. ഇതൊക്കെ ഫൈനാൻഷ്യൽ പ്ലാനിങ് ഇല്ലാതെ. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം, ഒരു ഇന്നത്തെ കാലത്ത് എസ്പെഷ്യലി എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്നുള്ളത്, നമ്മളൊരു 50, 60, 70 ലക്ഷം കൊടുത്ത് എടുക്കേണ്ടതല്ല ഒരു UG ഡിഗ്രി എന്നുള്ളതാണ് എൻ്റെ ഒപ്പീനിയൻ. അൺലെസ് നിങ്ങൾക്ക് അത് പേ ചെയ്യാൻ കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ ഓക്കെ. നിങ്ങൾ ഭീകരമായിട്ടുള്ള ഒരു ലോൺ എടുത്തിട്ട്, നിങ്ങൾക്ക് എടുത്താൽ പൊങ്ങാത്തൊരു ലോൺ എടുത്തിട്ട് നിങ്ങൾ പഠിപ്പിക്കേണ്ട ഒന്നല്ല ഇനി ഏത് കോഴ്സ് ആവട്ടെ. ബിക്കോസ് അത്രയധികം ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ ചുറ്റും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എൻ്റെ അടുത്ത് ഒരു പാരന്റ് വിളിച്ചിട്ട്, അപ്പൊ ട്വിൻസ് ആണ്, ഉസ്ബെക്കിസ്ഥാനിൽ MBBSന് പോകണം. പിന്നെ ചോദിച്ചാൽ എത്ര രൂപയാവും നിങ്ങൾക്ക് വല്ല ധാരണയുണ്ടോ? മിനിമം ഒരു 60-70 lakhs രൂപയാവും. നിങ്ങൾ എങ്ങനെയാണ് ഇത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ എൻ്റെ വീട് പണയം വെച്ചിട്ട് ഈ 2 മക്കളെയും ഞാൻ അവരെ സത്യം പറഞ്ഞാൽ നല്ല ചീത്ത വിളിച്ചു. അവിടുന്ന് ഫോണിൽ ഞാൻ നല്ല ചീത്ത വിളിച്ചു. കാരണം എനിക്കത് അങ്ങനെ ഒരു കാര്യം എനിക്ക് എൻ്റെ മനസ്സിൽ ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. ഇതിൻ്റെയൊക്കെ ഒരു അതിനുശേഷമുള്ള ലീഗലായിട്ടുള്ള പ്രശ്നങ്ങൾ, എസ്പെഷ്യലി MBBSുമായി ബന്ധപ്പെട്ട് ഞാൻ തന്നെ ഒരുപാട് സംസാരിച്ചാണ്. മാം അതിനെ കുറിച്ച് സീരീസ് ഓഫ് വീഡിയോസ് വളരെ ഇൻഡിപെൻഡന്റ് ആയി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് നമ്മളെല്ലാവരും സംസാരിക്കുന്ന കാര്യമാണ്. അപ്പൊ ഇങ്ങനെ ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ലാതെ ആളുകൾ ഭീകരമായ ലോൺ എടുക്കുന്നു. ഈ ലോണ് ഇതിൽ അടുത്തൊരു പ്രശ്നം എന്താ പറയുക എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ എസ്പെഷ്യലി നമുക്ക് MBBSന്റെ കാര്യം ഞാൻ ഡിസ്കസ് ചെയ്യുമ്പോൾ മേ ബി ഐ വാണ്ടഡ് ടു ഡിസ്കസ് വിത്ത് യു ആൾസോ. ഈ MBBS ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു സെൽഫ് ഫിനാൻസിങ് MBBSന് ഒരാൾ പോവുകയാണെങ്കിൽ 50 ലക്ഷം കൊടുക്കണം. അത് മേ ബി ജോർജിയയിലോ ഉസ്ബെക്കിസ്ഥാനിലൊക്കെ ആണെങ്കിൽ 40 ലക്ഷം കൊടുത്താൽ മതി. ഈ 10 ലക്ഷത്തിന്റെ ലാഭം നോക്കിയിട്ടാണല്ലോ ആൾക്കാർ പോകുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഒരു 5.5 ലക്ഷം 50 ലക്ഷം കൊടുത്താലും, ഒരാൾക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ കൊടുത്താലും 5.5 വർഷം കഴിഞ്ഞാൽ അയാൾക്ക് പാസ്സായാൽ ഡോക്ടറായിട്ട് ഇവിടെ പ്രാക്ടീസ് ചെയ്ത് അയാൾക്ക് മേ ബി ഒരു 50,000, 70,000, 1 ലക്ഷം ഒക്കെ അയാൾക്ക് ഇവിടെ ഏൺ ചെയ്ത് തുടങ്ങാം. നേരെ മറിച്ച് 6 വർഷം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് മേ ബി വന്ന് അല്ലെങ്കിൽ അവിടുത്തെ ലൈസൻസ് നേടി അത് കഴിഞ്ഞ് ഇന്ത്യയിൽ വന്ന് FMG എക്സാം എഴുതി ക്ലിയർ ചെയ്ത് വീണ്ടും 1 വർഷം ഇന്റേൺഷിപ്പ് കഴിയുമ്പോഴേക്ക് ഏറ്റവും മിനിമം ഒരാൾക്ക് 8 വർഷം അല്ലെങ്കിൽ 9 വർഷം 8 വർഷം ഏറ്റവും മിനിമം എടുക്കും. 5.5 വർഷത്തിൽ നിന്ന് ഈ 8 വർഷത്തിൽ 8.5 വർഷത്തോട്ട് 3 വർഷത്തെ ഡിഫറൻസ് ഉണ്ട്. ഈ 10 ലക്ഷത്തിന്റെ ലാഭം നോക്കിയിട്ട് 3 വർഷമാണ് എന്ത് ചെയ്യുന്നത്, ആൾക്കാര് കളഞ്ഞു കുടിക്കുന്നത്. ഒരു ഇൻകം ഇല്ലാതെ ഒരുപാട് ആൾക്കാർ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് ആയ ആൾക്കാർ സങ്കടം പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ പോയി ഒന്നും ചോദിക്കാൻ പറ്റില്ല. ഇപ്പോഴേക്ക് ഇവരൊക്കെ ചിലപ്പോൾ കല്യാണം കഴിക്കും, വൈഫോ അല്ലെങ്കിൽ ഫാമിലിയോ ഒക്കെ അതും ഉണ്ടാവും. നാട്ടുകാരുടെ മുമ്പിൽ ഡോക്ടറാണ്, ആരുടെ മുമ്പിലും കൈ നീട്ടാൻ പറ്റൂല. എവിടെയെങ്കിലും എന്താ പറയാ ഒരു ഒബ്സർവർഷിപ്പ് ആയിട്ട് ജോലി ചെയ്യും, അതും ഇല്ലീഗലായിട്ട് പേടിച്ചിട്ട് വേണം അതും ചെയ്യാൻ. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പം അജ്മൽ കുറെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ഞാൻ സീരീസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിലെ ലോജിക്ക് പലപ്പോഴും ആളുകൾക്ക് മനസ്സിലാവുന്നില്ല. പറഞ്ഞു കൊടുത്തിട്ട് ലോജിക്ക്. ആൻഡ് ഐ ഓൾവേസ് സേ ഐ ആം നോട്ട് അഗൈൻസ്റ്റ് എനി ഓഫ് ദീസ് തിങ്സ്. നമ്മളിത് അഗൈൻസ്റ്റ് അല്ല, പക്ഷെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ പൊക്കോ, ഒരു പ്രശ്നമില്ല. ഇതിന്റെ ഇപ്പോഴും ഞാൻ ഈ ഫോറിൻ കൺട്രീസ് വിസിറ്റ് ചെയ്തപ്പോൾ ഡു യു നോ there are students who are studying there NEET ക്ലിയർ ചെയ്തിട്ടില്ല. NEET ക്ലിയർ അവര് അവിടെ വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്താണെന്നറിയോ, ഈ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ കഴിഞ്ഞിട്ട് ഇനി പോയിട്ട് NEET പാസ്സായിട്ട് നമ്മളിങ്ങ് വരും. അപ്പൊ അവര് ഓക്കെ ആണ് ഫോർ ഫർദർ തിങ്. ബട്ട് വാട്ട് ഡസ് ദ റൂൾ സേ? റൂൾ എന്താ പറയുന്നത്, ആദ്യം നമ്മൾ NEET പഠിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ക്വാളിഫൈ ആയിരിക്കണം എന്നുള്ളതാണ്. അല്ലാതെ പഠിച്ച് നമ്മൾ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്തിട്ട് മറ്റേ മെയിൽ ലീവ് എടുത്ത് ഇവിടെ വന്നിട്ട് പോയിട്ട് NEET ഞാൻ ക്വാളിഫൈഡ് ആണല്ലോ പേപ്പർ താന്നല്ല ആ റൂളിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇത് ഇങ്ങനെയാണ് എന്ന് ഉറപ്പിച്ച് ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാതെ ഇങ്ങനെയും ചെയ്യാട്ടോ, NEET ക്വാളിഫൈ ആവണമെന്നേ ഉള്ളൂ, അപ്പൊ എപ്പോഴായാലും ക്വാളിഫൈ ആവാൻ. ഇതൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ
അപ്പോൾ ഇത് ഒരു ഏജൻസിക്കാരെയോ അല്ലെങ്കിൽ ആരെയോ താഴ്ത്തിക്കെട്ടാനോ അല്ലെങ്കിൽ ആരെയോ മോശക്കാരൊക്കെ ആക്കാൻ വേണ്ടിയിട്ടോ അല്ല നമ്മളെ പോലുള്ളവരത് സംസാരിക്കണത്. ആരുടെയും ബിസിനസ് തകർക്കണമെന്നോ ഒന്നുമല്ല. പക്ഷെ നമ്മൾ വിചാരിക്കണത് ഒന്ന് മാത്രമേ ഉള്ളൂ, പാരൻസും കുട്ടികളും യാഥാർത്ഥ്യം മനസ്സിലാക്കുക, പോവുക. ഒരു കുഴപ്പമില്ല, നിങ്ങൾ പൊക്കോ. പക്ഷെ നിങ്ങൾ ആ ക്ലിയർ ആയിട്ട് അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എടുക്കുന്ന റിസ്ക് നിങ്ങൾ മനസ്സിലാക്കി ആ റിസ്ക് മനസ്സിലാക്കിയ പിന്നെ എന്താ പ്രശ്നം? നമ്മൾ ഒരു ഡിസിഷൻ എടുത്തിട്ട് വിഷമിക്കണത് എപ്പോഴാണ്? അയ്യോ അന്ന് ഞാൻ അതൊന്നും ആലോചിച്ചില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് നമുക്ക് ഒരു പ്ലാൻ എ പ്ലാൻ ബി ഒക്കെ നമുക്ക് ഉണ്ട്. ഇപ്പോൾ ചില ആളുകൾ വന്ന് US പോകാം, UK. അപ്പൊ അതിനുള്ള നിയമങ്ങൾ എന്തെല്ലാമാണ്? ഇപ്പൊ MBBS കഴിഞ്ഞിട്ട് USMLE ക്വാളിഫൈ ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ അതിന്റെ റൂട്ട് എന്താണെന്ന് ക്ലിയർ ആയി മനസ്സിലാക്കി, അത് നമ്മൾ പോകുന്ന സ്ഥലത്ത് അതിന് നമ്മൾ ആ പർപ്പസ് സെർവ് ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കി നമ്മൾ പോവുകയാണെങ്കിൽ ഇതിൽ ഈ എക്സാംസ് എന്താന്നുള്ളത് പോലും പലർക്കും അറിയില്ല. they think it is too simple. ചുമ്മാ അങ്ങ് പറയും USMLE. ഇപ്പൊ പല ആളുകളും പറയുന്ന ഒരു കാര്യമാണ്, ഫോർ എക്സാമ്പിൾ MBBS കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ത്യയിൽ വരണ്ട, ഞങ്ങൾക്ക് ഇന്ത്യയിൽ വരേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്ക് ദുബായിൽ വരാം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഖത്തറിൽ പോയി വർക്ക് ചെയ്യാം, സൗദിയിൽ പോയി വർക്ക് ചെയ്യാം, ഇങ്ങനെ പറയുന്ന പല ആൾക്കാരുണ്ട്. അവിടെയും ഒരുപാട് മെഡിക്കൽ ലോസ് ഉണ്ട് എന്നുള്ളതും അവിടെയും കുറെ ക്വാളിഫിക്കേഷൻ എക്സാംസ് ഉണ്ട് എന്നുള്ളതും പല ആളുകളും എന്ത് ചെയ്യുന്നില്ല, പലപ്പോഴും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. ഏത് കോഴ്സും നല്ലതാണ്, അതിന്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന ഒരു പ്രാക്ടിക്കൽ ബോധം നമ്മൾ പറയില്ലേ, ആ ബോധത്തോടു കൂടി നമ്മൾ പോവുകയാണെങ്കിൽ everything is good. Acquire enough of skills, acquire your academic qualifications. ഈ കാര്യങ്ങളെല്ലാം ഇന്റർലിങ്ക്ഡ് ആണ്. ഇതെല്ലാം ചെയ്തുകൊണ്ട് നേരായ രീതിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ റീച്ച് ദെയർ. ഒരു പ്രശ്നമില്ല. ഇപ്പൊ BSc നഴ്സിംഗ് പഠിക്കുന്ന കുട്ടികൾ, ഇപ്പൊ നമ്മൾ പല പിള്ളേരും വിദേശ രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഈ BSc നഴ്സിംഗ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് പോകുന്നത്. BSc നഴ്സിംഗ് പഠിക്കാൻ തുടങ്ങുന്ന ആദ്യത്തെ വർഷം മുതൽ അവർക്ക് പാരലലി ചെയ്തു പോകാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, വിച്ച് വിൽ ഹെൽപ്പ് ദം ടു മൈഗ്രേറ്റ് സൂൺ ആഫ്റ്റർ ദെയർ 4th ഇയർ, ഐ മീൻ കംപ്ലീഷൻ ഓഫ് ദെയർ നഴ്സിംഗ് ഡിഗ്രി. പക്ഷെ ഈ കാര്യത്തെക്കുറിച്ച് അവർ ഒരാളുടെ അടുത്തുള്ള അന്വേഷണം തുടങ്ങുന്നത് തന്നെ പലപ്പോഴും ഈ നഴ്സിംഗ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടായിരിക്കും. അപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ടല്ലേ. അപ്പൊ പിന്നെ അതിന്റെ പ്രിപ്പറേഷനിലേക്ക് വേണ്ടി അവർ പോകുന്ന അവസ്ഥയായി. അപ്പൊ ദേ ആർ വേസ്റ്റിംഗ് ദെയർ ടൈം, ദേ ആർ വേസ്റ്റിംഗ് ദെയർ മണി. ദിസ് ഈസ് നോട്ട് നീഡഡ്. ഇനി അവരുടെ റിക്വയർമെന്റ് എക്സ്പീരിയൻസ് ആണെങ്കിൽ ഓഫ് കോഴ്സ് അത് നിങ്ങൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നതിന് പാരലൽ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അത് പഠിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ട് എക്സ്പീരിയൻസ് എന്ന് പറയും. പക്ഷെ മേ ബി എ ലാംഗ്വേജ് റിക്വയർമെന്റ്, മേ ബി എ റിക്വയർമെന്റ് ഓഫ് റൈറ്റിംഗ് ആൻഡ് എക്സാമിനേഷൻ, ആ സാധനത്തിന്റെ പ്രിപ്പറേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എത്ര നേരത്തെ തുടങ്ങാം. ഇത് പല എക്സാംസിനും അല്ലെങ്കിൽ പല ഈ പറയുന്ന പ്രൊഫഷൻസിനും ഞാൻ ഈ പറഞ്ഞ ഫാക്ടർ ബാധകമാണ്. ഇപ്പൊ നമ്മൾ ഗൈഡ് ചെയ്യുമ്പോൾ നമ്മൾ പറയും, സി ഇഫ് ദ പ്ലാൻ ഇസ് ഫോർ ഡൂയിങ് സംതിങ് ലൈക്ക് ദിസ് ആഫ്റ്റർ യുവർ അണ്ടർ ഗ്രാജുവേഷൻ, പ്ലീസ് സ്റ്റാർട്ട് ദോസ് പ്രിപ്പറേഷൻസ് ഫ്രോം ദി സ്റ്റാർട്ട് ഓഫ് യുവർ UG സോ ദാറ്റ് യു ആർ വെൽ പ്രിപ്പയർഡ്. നമുക്കത് പോകാനായിട്ട് നമ്മൾ ഓക്കെ ആയിരിക്കും. അല്ലെങ്കിൽ നമുക്കത് പറ്റില്ല. അതെ. അപ്പൊ ഇതില് വീണ്ടും അഗെയിൻ സ്കോളർഷിപ്സ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത്രയധികം ഫൈനാൻഷ്യൽ ഇംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ എസ്പെഷ്യലി നമുക്ക് സ്കോളർഷിപ്സ് ഒക്കെ നമ്മളെല്ലാവരും സ്കോളർഷിപ്സിന് അർഹരാണ് എന്നുള്ളൊരു ഡിഫോൾട്ട് ചിന്താഗതിയിലാണ് പൊതുവെ മലയാളികൾക്കുള്ളത്. എന്തെല്ലാം എവിടേക്കോ സ്കോളർഷിപ്സ് ഉണ്ട് എന്നുള്ളത്, അതിനെ കുറിച്ച് എന്താണ് ഒരു ജനറലി കുറെ യൂണിവേഴ്സിറ്റീസ് പറഞ്ഞിട്ടുള്ളത്? ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. 12ാം ക്ലാസ് കഴിയുമ്പോൾ വരും, ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു ലിസ്റ്റ് ഓഫ് സ്കോളർഷിപ്സ് തരും. അതായത് നമ്മളിങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊടുക്കാം, ഇന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അണ്ടർ ഗ്രാജുവേഷന്റെ സമയത്ത് നമുക്ക് കിട്ടാവുന്ന സ്കോളർഷിപ്പുകൾ ഒന്ന് ഇച്ചിരി ലിമിറ്റഡ് ആണ് കമ്പയർഡ് ടു PG. ലിമിറ്റഡ് ആണ് അണ്ടർ ഗ്രാജുവേഷന്റെ സ്കോളർഷിപ്പ്. അത് വളരെ കൃത്യമായിട്ട് എല്ലാവരും മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, ഒരു സ്കോളർഷിപ്പ് ഒരു യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയോ യുണീക്നെസ് ഉണ്ടാവണം. And that the university should feel that ഈ കുട്ടി ഞങ്ങളുടെ അടുത്ത് പഠിച്ച് ഞങ്ങളുടെ അലുമിനി ആയിട്ട് മാറുവാണ് എങ്കിൽ ഞങ്ങൾക്കും അതൊരു പ്രൗഡ് ഫാക്ടർ ആണ് എന്നാ യൂണിവേഴ്സിറ്റിക്ക് തോന്നണം. അതാണ് ഒരു സ്കോളർഷിപ്പ് കമ്മിറ്റി വിലയിരുത്താൻ പോകുന്നത്. സോ അത് വിലയിരുത്തുന്ന സമയത്ത് അവര് നോക്കുന്ന കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. ആ ഫാക്ടേഴ്സ് നമ്മുടെ അക്കാഡമിക് ക്രെഡൻഷ്യൽസ്, നോൺ അക്കാഡമിക് ക്രെഡൻഷ്യൽസ് എല്ലാം വരും, ഇന്റേൺഷിപ്സ് ഒക്കെ വരും. ഈ അക്കാഡമിക് ക്രെഡൻഷ്യൽസ് എന്ന് പറയുമ്പോൾ നമ്മള് കുട്ടിക്കാലം മുതൽ വാങ്ങി വെച്ച മാർക്കുകൾ, നമ്മളുടെ സയൻസ് ഒളിമ്പിയാഡ്, മാത്സ് ഒളിമ്പിയാഡ്, ഇതുപോലുള്ള കാര്യങ്ങൾ. പിന്നെ ഈ എക്സ്ട്രാ കരിക്കുലർ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്പോർട്സ് ആക്ടിവിറ്റീസ് ആയിരിക്കാം, ആർട്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഈ MUN പോലുള്ള ആക്ടിവിറ്റീസ് നമ്മൾ ഇത് ചെയ്തായിരിക്കും, ഡിബേറ്റ്സുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ദുബായിയുടെ ഒക്കെ ഒരു ഇതിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഷെയ്ഖ് ഹംദാൻ അവാർഡ് വാങ്ങിയ ഒരു കുട്ടിയായിരിക്കും. ഇതൊക്കെ ഒരു എക്സ്ട്രാ കരിക്കുലറിൽ ആ കുട്ടിയെ ഒരു സംഭവമാണ് എന്നുള്ളത് നമുക്ക് കാണിക്കാൻ പറ്റുന്ന, അത് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളാണ്. സർട്ടിഫിക്കറ്റ്സ് ആണ്, അല്ലെങ്കിൽ അവാർഡ്സ് ആണ്, ഇങ്ങനെയുള്ള കുറെ സംഭവങ്ങളുണ്ട്.
നമ്മുടെ നാട്ടിലെ ഒരു ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൾട്ടി കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ പാർട്ടിസിപ്പന്റ് ആയിരിക്കാം, NCCയിൽ നമ്മൾ ഉണ്ടായിരുന്നിരിക്കാം, ഈ മറ്റേ പോലീസ് ആ ഒരു സ്റ്റുഡന്റ് പോലീസ് സംഭവമായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുറെ വോളണ്ടിയർഷിപ്പ് ആക്ടിവിറ്റി. ഇപ്പം നമ്മൾ ദുബായിലൊക്കെ നോക്കുകയാണെങ്കിൽ റെഡ് ക്രോസിന്റെ ആക്ടിവിറ്റി, കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസ് എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ കാര്യങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടോ, പ്രൊജക്ട്സ് ചെയ്തിട്ടുണ്ടോ, ഇന്റേൺഷിപ്സ് ചെയ്തിട്ടുണ്ടോ? ഈ സാധനങ്ങൾ എല്ലാം ചേർക്കുന്ന ഒരു 360 ഡിഗ്രി സാധനമല്ലേ. ഇതാണ് നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്യുന്നത്. ഈ സബ്മിറ്റ് ചെയ്യുന്ന ഈ സാധനത്തിന് പല യൂണിവേഴ്സിറ്റികൾ പല പേരിൽ വിളിക്കും. ചിലർ ഇതിനെ വിളിക്കുന്നത് SOP എന്നാണ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് പറയും. ഇനി ചിലർ അതിനെ വിളിക്കും essay, പേഴ്സണൽ essay എന്ന് പറയും.